അതിൻ്റെ ആറാമത്തെ യൂണിറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലേണിംഗ്. നമുക്ക് വ്യത്യസ്ത സയൻറ്റിസ്റ്റുകളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത സൈക്കോളജിസ്റ്റുകളുടെ ലേണിംഗ് തിയറികളെ നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എബ്രഹാം മാസ്ലോ എന്ന ലോക പ്രസിദ്ധനായ ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയെക്കുറിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് വിപ്ലവം ഉണ്ടാക്കിയ, ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും പഠനം നടത്തുകയും ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ് എബ്രഹാം മാസ്ലോ. എബ്രഹാം മാസ്ലോൻ്റെ നീഡ് തിയറി, ഹൈറാർക്കി തിയറി എന്ന ഒരു തിയറി ലോകപ്രസിദ്ധമാണ്. എന്താണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വ്യക്തിയുടെ ഗ്രോത്ത് ആൻഡ് ഡിസ്കവറി ദാറ്റ് ഈസ് പ്രസൻറ്റ് ത്രൂ ഔട്ട് എ പേഴ്സൺസ് ലൈഫ്. ചുരുക്കി പറഞ്ഞാൽ എബ്രഹാം മാസ്ലോ പറയുന്നത് ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആവശ്യം സെൽഫ് ആക്ച്വലൈസേഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താവാനാണോ അയാൾ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യൻ എന്തായി തീരാനാണോ ആഗ്രഹിച്ചത് അതായിത്തീരുക. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനുള്ള ആ ഒരു കഴിവ്, അത് എത്തുക എന്നുള്ളതാണ് ശരിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ. ഉദാഹരണത്തിനാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ലോകത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ഒരു ആവശ്യം പൂർത്തീകരിച്ചത് എന്നാണ്. ഫോർ എക്സാമ്പിൾ, മഹാത്മാ ഗാന്ധിജി, ഹിസ് മെയിൻ ആംബിഷൻ വാസ് ടു ഗെറ്റ് ഫ്രീഡം, ഗെറ്റ് ഇന്ത്യ ഫ്രീഡം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ആംബിഷൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അതായിരുന്നു. അത് അദ്ദേഹം പൂർത്തീകരിച്ചു. നെൽസൺ മണ്ടേല, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഒരു പ്രത്യേക ഗോത്ര വിഭാഗത്തിന് സ്വാതന്ത്ര്യം നേടുക എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം, അത് അദ്ദേഹം പൂർത്തീകരിച്ചു. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീരുമ്പോഴാണ് ഒരാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പൂർത്തീകരിക്കുന്നത്. ഫോർ സം പീപ്പിൾ സെൽഫ് ആക്ച്വലൈസേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ക്രിയേറ്റിംഗ് വർക്ക്സ് ഓഫ് ആർട്സ് ഓർ ലിറ്ററേച്ചർ. ചില ആളുകൾ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പൂർത്തീകരിക്കപ്പെടുന്നത് അവരുടെ കലാപരമായിട്ടുള്ള വർക്കുകളോ ലിറ്ററേച്ചർ സംബന്ധമായ വർക്കുകളോ കൊണ്ടായിരിക്കും. മറ്റു ചില ആളുകൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റു ചില ആളുകൾ അവരുടെ കഴിവ്, ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരു അധ്യാപകനാവുക, വലിയൊരു അധ്യാപകനാവുക എന്ന ഒരാഗ്രഹം, അത് ഞാൻ പൂർത്തീകരിക്കുമ്പോഴാണ് എൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എബ്രഹാം മാസ്ലോ പറയുന്നത് ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിച്ച ആ ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള കഴിവുണ്ട് എന്നാണ്. അപ്പോൾ അവരുടെ ആ കഴിവിലേക്ക് എത്താനുള്ള എല്ലാ പൊട്ടൻഷ്യലും അവർക്കുണ്ട് എന്നാണ് എബ്രഹാം മാസ്ലോ വിശ്വസിക്കുന്നത്. എബ്രഹാം മാസ്ലോൻ്റെ ലോക പ്രസിദ്ധമായ നീഡ് ഹൈറാർക്കി തിയറി, ഈ തിയറി പ്രധാനമായും ഇദ്ദേഹം 5 തരം ആവശ്യങ്ങളാണ് ഒരു മനുഷ്യന് ഉണ്ടാവുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മാസ്ലോസ് ഹൈറാർക്കി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫോളോസ്. ഒന്നാമത്, ഒരു മനുഷ്യന് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഫിസിയോളജിക്കൽ നീഡാണ്, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാണ്. ഇപ്പോൾ നീഡ് ഫോർ ഫുഡ്, സ്ലീപ്പ്, എയർ, ഭക്ഷണം, ഉറക്കം, വസ്ത്രം, പാർപ്പിടം, അല്ലേ? അതേപോലെ തന്നെ നല്ല ശുദ്ധവായു, വെള്ളം, അടിസ്ഥാന ആവശ്യങ്ങൾ, അത് മനുഷ്യന് ആവശ്യമാണ്. രണ്ടാമത്തതാണ് സേഫ്റ്റി ഓർ ദ നീഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് നമുക്ക് സുരക്ഷാപരമായ ആവശ്യം, നമുക്ക് സേഫാണ്, സെക്യൂറാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്താൽ, നമ്മുടെ ചുറ്റുപാടിലെ ആളുകളാൽ, അതേപോലെ തന്നെ നമ്മുടെ മറ്റു പല ആളുകളാൽ ഞാൻ സേഫാണ്. ഉദാഹരണത്തിന് എനിക്കൊരുപാട് പണമുണ്ട്, പക്ഷേ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, സേഫല്ല. അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സേഫല്ല, എൻ്റെ ഫ്രണ്ട്സുമായി റിലേറ്റഡായിട്ട് ഞാൻ സേഫല്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അടിസ്ഥാന ആവശ്യം കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റി ഓർ ദ നീഡ്സ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ,
നമുക്ക് പ്രൊട്ടക്ഷൻ, അതേപോലെ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ആവശ്യം. മൂന്നാമത്തത് ബിലോങ്ങിങ് ആൻഡ് ലവ്, നീഡ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്, സ്നേഹം. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ആവശ്യം എന്താണ്? സ്നേഹം കിട്ടുക, കൊടുക്കുക, അല്ലേ? ചില ആളുകൾ ഈ കല്യാണമൊക്കെ കഴിക്കാതെ അല്ലെങ്കിൽ കുടുംബമൊന്നും നോക്കാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ടാവും. അവർ പറയാറുണ്ട്, ചില ആളുകളൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാണ് നീ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് വെറുതെ എൻ്റെ പണം എന്തിനാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത്. ചില ആൾ പറയും, കുടുംബത്തിന് പൈസ ഒന്നും കൊടുക്കാത്ത ആളുകളോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാണ് എൻ്റെ പണം വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്നത് ലോകം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഫോർ ഏണിങ് മണി ആൻഡ് സേവിങ് മണി, അല്ലേ? ഉണ്ടാക്കുക, അത് സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ആളുകൾ സ്നേഹിക്കുക, നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുക, കുടുംബ ബന്ധത്തിൽ പോവുക, ഫ്രണ്ട്സ് പാർട്ടിയിൽ പങ്കെടുക്കുക, എൻ്റർടൈൻമെൻറ്റിൽ പോകും. ഇപ്പം നമ്മൾ സ്നേഹിക്കപ്പെടുന്നു, സ്നേഹം കൊടുക്കുന്നു, കിട്ടുന്നു. മനുഷ്യൻ്റെ ആവശ്യമാണ്. പണം ഉണ്ടായിട്ട് കാര്യമില്ല, ഇതില്ലെങ്കിൽ കാര്യമില്ല. മറ്റൊന്നാണ് നീഡ് ഫോർ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഹെൽത്തി പോസിറ്റീവ് ഫീലിങ്സ് derived from administration and being needs concerning creative of self growth. എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് നമ്മളെല്ലാവരും ഒരു അംഗീകാരം എന്നൊക്കെ പറയും. അത് രണ്ട് രീതിയിൽ വരും. നാലാമത്തെ ആവശ്യമാണ് മനുഷ്യൻ്റെ, ഒന്ന് അംഗീകാരം കിട്ടുക. ഇപ്പം ഞാനൊരു അധ്യാപകനാണ്. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയാൽ എനിക്ക് നല്ല അംഗീകാരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സെൽഫ് എസ്റ്റീം എന്ന ആവശ്യം പൂർത്തീകരിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് എസ്റ്റീം എന്ന ആഗ്രഹം പൂർത്തീകരിക്കുന്നത് എന്നെ ആളുകൾ വില വെക്കുന്നത് കൊണ്ടാണ്. ചില ആൾ പറയാറുണ്ട്, അവനിക്ക് നാട്ടിലൊരു വിലയില്ലെങ്കിലും പുറത്ത് പുല്ല് വിലയാണ് എന്ന് പറഞ്ഞ പോലെ. പുറത്ത് പുല്ല് വിലയാണ്, ഒരാൾ മോനെ അംഗീകരിക്കില്ല. ചില ആൾക്ക് നല്ല പൈസയുണ്ട്, പക്ഷേ നാട്ടിൽ അയാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല, അയാളെ ആരും റെസ്പെക്റ്റ് ചെയ്യില്ല, അയാൾക്കൊരു ഡിഗ്നിറ്റി ഇല്ല. സെൽഫ് റെസ്പെക്റ്റും വന്നു അതിൽ. ഞാൻ എന്നെ ബഹുമാനിക്കുന്നത്, അല്ലെ, എന്നെ ബഹുമാനിക്കുന്നത് ഉൾപ്പെടെ ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്. അഞ്ചാമത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതാണ് പറഞ്ഞത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എന്താണോ വാട്ട് ഹി വിഷ് ടു ബിക്കം, എന്താണോ അയാൾ ആയിത്തീരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അത് ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യാലിറ്റീസ് റിയലൈസ് ചെയ്തുകൊണ്ട് അയാളുടെ സ്വന്തം കഴിവുകളെ അയാൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾ ജീവിതത്തിൽ എന്താവാനാണോ ആഗ്രഹിച്ചത് അതായിത്തീരുക എന്ന ഒരു നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, അത് ആയിത്തീരലോട് കൂടിയാണ്, ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പൂർത്തീകരിക്കലോട് കൂടിയാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് എന്നാണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. ഇതാണ് ഈ ഒരു 5 ആവശ്യങ്ങളുടെ ഒരു ഹൈറാർക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തുടങ്ങുന്നത് താഴെ നിന്നാണ്, ഫിസിയോളജിക്കൽ, മുകളിൽ നിന്നല്ല തുടങ്ങുന്നത്, മനസ്സിലാക്കണം. ഫിസിയോളജിക്കൽ നീഡ് ആദ്യം വന്നു, അത് പൂർത്തീകരിച്ച് പിന്നെ സേഫ്റ്റി നീഡ് വന്നു, ബിലോങ്ങിങ് ആൻഡ് ലവ് നീഡ്സ് വന്നു, സെൽഫ് എസ്റ്റീം നീഡ് വന്നു. അവസാനമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നത് അയാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പൂർത്തീകരിക്കുമ്പോഴാണ്. അപ്പോൾ ശരിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പൂർത്തീകരിച്ച ആളുകളൊക്കെ ക്രിയേറ്റീവായിരിക്കുമെന്നാണ് മാസ്ലോ പറയുന്നത്. ദോസ് പീപ്പിൾ ആർ ഹൈലി ക്രിയേറ്റീവ് ഹു ഹാവ് പീക്ക് എക്സ്പീരിയൻസസ്. കാരണം അവർ ഭയങ്കര ക്രിയേറ്റീവായിരിക്കും, അവർക്ക് നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. കാരണം ഇപ്പോൾ മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ വളരെ കഷ്ടപ്പെട്ടു, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു, ഒരുപാട് കുത്തുവാക്കുകൾ നേരിടേണ്ടി വന്നു. ക്രിയേറ്റീവായിരിക്കും, എന്നാൽ മാത്രമേ നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന ഒരു നീഡിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് എബ്രഹാം മാസ്ലോവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറം പഠിക്കാനുള്ളത്. നമുക്ക് ഒന്നും കൂടി ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഇതേപോലെ മാസ്ലോ ഹൈറാർക്കി നീഡ് തിയറിയാണ് മാസ്ലോ പഠിപ്പിച്ചത്. മനുഷ്യൻ്റെ ആവശ്യ ശ്രേണി എന്നാണ്, സിദ്ധാന്തം എന്നാണ് അതിനെ പറയാം. അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതേപോലെ തന്നെ ഗാഗ്നെ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്നത് ഈ ലേണിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ഹൈറാർക്കി, ഒരു ശ്രേണിയായിട്ട് വരുന്നതാണ്. അപ്പോൾ
സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും അതിൻ്റെ ഏറ്റവും കോംപ്ലക്സ് ഫോമിലേക്ക് മാറി 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 വരുന്നതാണ്. അതായത് ഒരു കുട്ടി, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചിട്ട് ആദ്യം തുടങ്ങുന്നത് തൻ്റെ അമ്മയോട് ചിരിക്കുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. ഒരു സോഷ്യൽ സ്മൈൽ എന്നാണ് അതിനെ പറയുക. തൻ്റെ അമ്മയെ കാണുമ്പോൾ ഒരു പിഞ്ച് കുഞ്ഞ്, ഒരു ഇൻഫാൻറ്റ് ബേബി, ഒരു പിഞ്ച് കുഞ്ഞ് തൻ്റെ അമ്മയെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. റൈറ്റ്? ആ ചിരിക്കുന്ന സമയത്ത് അതൊരു ലേണിംഗ് ആണ്. അമ്മയെ കണ്ടാൽ ചിരിക്കും, പിന്നെ അമ്മയെ കാണുമ്പോഴൊക്കെ കുട്ടി ചിരിക്കും. ഇതൊരു സിമ്പിൾ ലേണിംഗ് ആണ്. അത് തുടങ്ങിയിട്ട് അങ്ങ് ബഹിരാകാശത്ത് പോയി മനുഷ്യൻ ചന്ദ്രയാൻ വിക്ഷേപണം നടത്തി, ചന്ദ്രനിൽ പോയിട്ട് ചന്ദ്രയാൻ നടത്തി അവിടെ മനുഷ്യൻ വസിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്ന ലെവൽ വരെ ലേണിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഒരു ഇൻഫാൻറ്റ് അമ്മയോട് ചിരിക്കുന്നത് മുതൽ അങ്ങ് ചന്ദ്രയാൻ വിക്ഷേപണം നടത്തുന്നത് വരെ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതിങ്ങനെ 1 ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന കുഞ്ഞ് ഡയറക്റ്റ് ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് ചന്ദ്രയാനിൽ പോയിട്ട് വിക്ഷേപണം നടത്തിയതല്ല. ഹൈറാർക്കി ഓഫ് ലേണിംഗ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലേണിംഗ് നടക്കുന്നു എന്നതാണ് ഗാഗ്നെ എന്ന സയൻറ്റിസ്റ്റ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 8 ടൈപ്പുകളിലായിട്ട് 8 തരം ലേണിംഗ് പ്രോസസ്സുകൾ ഹൈറാർക്കിക്കലായിട്ട് നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആശയം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹൈറാർക്കി ആർ. ഇവിടെ പറയപ്പെട്ട 8ഓളം ലേണിംഗ് ടൈപ്പുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഒരു ഹൈറാർക്കി ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഹൈറാർക്കി എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. എന്താണ്? നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയും. സിഗ്നൽ ലേണിംഗ്, ഹിയർ ദ ഇൻഡിവിജ്വൽ ലേൺസ് ടു മേക്ക് എ ഡിഫ്യൂസ് റെസ്പോൺസ് ടു എ സിഗ്നൽ ഓർ സ്റ്റിമുലസ്. ഏതെങ്കിലും ഒരു സ്റ്റിമുലസിനോട് അല്ലെങ്കിൽ ഒരു സിഗ്നലിനോട് ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? റെസ്പോൺസ് ചെയ്യാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പഠനം. അതാണ് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത്. ആൻ ഇൻഫാൻറ്റ് സ്മൈൽ അറ്റ് ദ സൈറ്റ് ഓഫ് ഇറ്റ്സ് മദർ. അമ്മയെ കാണുമ്പോൾ ഒരു ഇൻഫാൻറ്റ് എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. ഇതൊരു സിഗ്നൽ ലേണിംഗ് ആണ്. അമ്മയെ കണ്ടു, കുട്ടി ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ മുഖത്ത് ആ സ്മൈൽ അങ്ങ് വരും. ഇതൊരു സിഗ്നൽ ലേണിംഗ് പ്രോസസ്സാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇവിടെ നിന്നാണ് മനുഷ്യൻ്റെ ലേണിംഗ് തുടങ്ങുന്നത്. രണ്ടാമത്തേത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ഇതിനെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്നും പറയും. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് മീൻസ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് കണക്ഷൻസ് ബിറ്റ്വീൻ എ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഒരു സ്റ്റിമുലസിനെയും ഒരു റെസ്പോൺസിനെയും പരസ്പരം കണക്ട് ചെയ്യുകയാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, എ ചൈൽഡ് സേസ് പപ്പ അറ്റ് ദ സൈറ്റ് ഓഫ് ഹിസ് ഫാദർ. അച്ഛനെ കാണുന്ന സമയത്ത് പപ്പ എന്ന് വിളിക്കുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. അതായത് ഒരു സ്റ്റിമുലസിനെ കാണുമ്പോൾ അതിന് റെസ്പോൺസ് കൊടുത്തു. അപ്പോൾ ദ വെർബൽ റെസ്പോൺസ് ഇൻവോൾവ്സ് പ്രിസൈസ് മൂവ്മെൻറ്റ്സ് ഓഫ് ലിപ്സ് ആൻഡ് ടങ്. ഇവിടെ നാവും ലിപ്പുകളും ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു പ്രിസൈസ് മൂവ്മെൻറ്റ് വെർബൽ റെസ്പോൺസിലൂടെ ഈ കുട്ടി കൊടുത്തു. അപ്പോൾ അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛനാണ് സ്റ്റിമുലസ്. ആ സ്റ്റിമുലസിനെ കാണുമ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്തു, പപ്പ. അതൊരു ലേണിംഗ് ആണ്, സെക്കൻഡ് സ്റ്റേജ്. മൂന്നാമത്തത് ചെയിൻ ലേണിംഗ് ആണ്. എന്താ ചെയിൻ ലേണിംഗ് എന്ന് പറയുന്നത്? കണക്റ്റിംഗ് എ സീരീസ് ഓഫ് പ്രീവിയസ്ലി ലേൺഡ് SR. നേരത്തെ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളും പരസ്പരം കണക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ആദ്യം നമ്മൾ സിഗ്നൽ ലേണിംഗ് പഠിച്ചു. രണ്ടാമത്തത് റെസ്പോൺസ് SR, സിഗ്നൽ ആൻഡ് റെസ്പോൺസ് കണക്ഷൻസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. എക്സാമ്പിൾ ആണെങ്കിൽ എന്താണ്? എ ചൈൽഡ് ലേൺസ് ടു ബിഗിൻ റൈറ്റിംഗ് ഹിസ് നെയിം വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അല്ലേ? യെസ്. ഒന്നാമത്തത് അയാളുടെ പേര്, ഈ കുട്ടിയുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാണ്. കണക്ട് ദ അതർ ലെറ്റേഴ്സ് ഓഫ് ഹിസ് നെയിം. എന്നിട്ട് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് അയാളുടെ പേരിൻ്റെ മറ്റു ലെറ്ററുകൾ ഇങ്ങനെ കൂട്ടി പോവാണ്. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മളിങ്ങനെ ഡോട്ടുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന പുസ്തകത്തിൽ നമ്മൾ ഡോട്ടുകൾ ഇട്ടിട്ട് അതിനിങ്ങനെ കറക്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പോകൂലേ? ഇത് ശരിക്കും എന്താണ്? SR കണക്ഷൻ, ഒരു ചെയിൻ ലേണിംഗ് ആണ്. അപ്പോൾ കുട്ടി പേര് പഠിച്ചിട്ട് അക്ഷരങ്ങൾ പഠിച്ചിട്ട് ആ അക്ഷരങ്ങളെ പരസ്പരം കൂട്ടി എഴുതി പോകുന്നത് ശരിക്കും ഒരു ചെയിൻ ലേണിംഗ് ആണ്.
നാലാമത്തതാണ് വെർബൽ അസോസിയേഷൻ. എന്താണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്? ഇതിനെ നമ്മൾ വെർബൽ അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ് ഇൻ ചെയിൻ ലേണിംഗ് കൺസിസ്റ്റ് ഓഫ് വേർഡ്സ്. ഇതിനെ ഒരു വേർഡ്സ് ലെവലിലേക്ക് മാറ്റുക. അതിന് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എ ചൈൽഡ് ലേൺസ് ദ മലയാളം ഈക്വലൻ്റ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ്. ഇംഗ്ലീഷ് വാക്കുകളുടെ സമാനമായ മലയാളം വാക്കുകൾ ഒരു കുട്ടി പഠിക്കുന്നത് വെർബൽ അസോസിയേഷനാണ്. അത് വെർബൽ അസോസിയേഷൻ. അത് നേരത്തെ ഓൾറെഡി കുട്ടി ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുന്നു, അതിൻ്റെ മലയാളം മനസ്സിലാക്കുന്നു. ഇത് വെർബൽ അസോസിയേഷൻ ലേണിംഗാണ്. അഞ്ചാമത്തതാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. അത് പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ദ ലേണർ അക്വയേഴ്സ് ദ എബിലിറ്റി ടു ഡിസ്റ്റിങ്വിഷ് ടു സെറ്റ് ഓഫ് സ്റ്റിമുലി ഓർ സിറ്റുവേഷൻസ്. രണ്ട് സിറ്റുവേഷനെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ്. ഉദാഹരണത്തിനാണെങ്കിൽ ദ ചൈൽഡ് ലേൺസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹിസ് മദർ ആൻഡ് ഹിസ് ഓൺട്ട്. അമ്മയെയും ആൻറ്റിയെയും തിരിച്ചറിയാനുള്ള കഴിവ്. ഇപ്പോൾ അമ്മയെ കാണുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്നു, ആൻറ്റിയെ കാണുമ്പോൾ ആൻറ്റി എന്ന് വിളിക്കുന്നു. അത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ്. രണ്ട് സാഹചര്യങ്ങളെ, രണ്ട് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ സ്റ്റിമുലിയെ അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവ്. ആറാമത്തതാണ് കോൺസെപ്റ്റ് ലേണിംഗ്. എന്താ കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നത് അല്ലേ. ലേണർ അക്വയേഴ്സ് എ കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എ സ്റ്റിമുലി ദാറ്റ് എ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ് ഷെയർസ് ഇൻ കോമൺ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രത്യേകമായ കോൺസെപ്റ്റ് പഠിക്കുകയാണ്. ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പോൾ ചൈൽഡ് ലേൺസ് ദ കോൺസെപ്റ്റ് ഓഫ് ബേർഡ്. ബേർഡ് എന്ന് പഠിക്കുന്നു. എന്താണ് പക്ഷികൾ? പക്ഷികളെക്കുറിച്ച് പഠിക്കുകയാണ്. എന്നിട്ട് പക്ഷികളിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. മമ്മൽസ് എന്താണ്? അപ്പോൾ ഡിസ്റ്റിങ്വിഷ് എ ബേർഡ് ഫ്രം എ മമ്മൽ. ഒരു മമ്മലിൽ നിന്നും ഒരു ബേർഡിനെ നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം? അതൊരു കോൺസെപ്റ്റാണ്. ഏഴാമത്തതാണ് പ്രിൻസിപ്പിൾ ലേണിംഗ്. ഇവിടെയാണ് നമുക്ക് പ്രിൻസിപ്പിൾ ലേണിംഗ് നടക്കുന്നത്. ഇത് കുറച്ചും കൂടി ടൈറ്റാണ്. ഇവിടെ അക്വയറിംഗ് ദ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്. കോൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ പഠിക്കുകയാണ്. ഉദാഹരണത്തിനാണെങ്കിൽ കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് അല്ലേ. ഉദാഹരണത്തിന് ചൈൽഡ് ലേൺസ് ദ പ്രിൻസിപ്പിൾ മെറ്റൽസ് എക്സ്പാൻഡ് ഓൺ ഹീലിംഗ്. ലോഹം വികസിക്കുന്നത് എങ്ങനെയാണ്? ലോഹം വികസിക്കുന്നത് അതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കുകയാണ്. പ്രിൻസിപ്പിൾ അത്. പൈത്തഗോറിയൻ സിദ്ധാന്തങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഇതൊരു പ്രിൻസിപ്പിൾ ലേണിംഗ് ആണ് നടക്കുന്നത്, കുറച്ചും കൂടി ഹൈ ലെവൽ. എട്ടാമത്തതാണ് പ്രോബ്ലം സോൾവിങ്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ്. ലേണിംഗ് പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. ഇവിടെ ഓൾറെഡി ഈ കുട്ടി എന്ത് ചെയ്യുന്നു? നേരത്തെ പഠിച്ച ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അയാളുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിലേക്ക് നേരത്തെ പഠിച്ച പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. എക്സാമ്പിൾ, എ ബോയ് പ്രൂവ്സ് തിയറംസ് ഇൻ ജിയോമെട്രി. ജിയോമെട്രിയിലെ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ, കണ്ടെത്താൻ, പുതിയ പുതിയ ഡിസ്കവറീസ്, അതൊക്കെ ഈ പ്രോബ്ലം സോൾവിങ് ലേണിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ 8 സ്റ്റേജായിട്ട് ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ കൃത്യമായ 8 സ്റ്റേജുകൾ കൊടുത്തിട്ടുണ്ട്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. ഇങ്ങനെയാണ് രാഗ്നയുടെ ഈ ഒരു തിയറം പോകുന്നത്. അപ്പോൾ നമുക്ക് അവസാനത്തെ ടോപ്പിക് എന്നുള്ള രീതിയിൽ അതിൽ പഠിക്കുന്നത് ഈ ലേണിങ്ങിന് നമുക്ക് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുറേ ലേണിംഗ് തിയറി പഠിച്ചു. വളരെ സിമ്പിളാണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. കൂടുതലായത് അതിൽ ഫോക്കസ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ലേണിങ്ങിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ലേണിംഗ് തിയറികൾ നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചു. ഇത് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ സമുദായത്തിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യണം അല്ലേ. അഥവാ നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ശരിക്കും കുട്ടികളുടെ തിങ്കിങ് നോക്കിയിട്ട് അയാളുടെ ഓരോ കുട്ടിയുടെയും സ്വഭാവം അനുസരിച്ച് കൊണ്ട് എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത്, എന്താണ് ആ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സ്, ഈ തിയറമുകളും നമ്മുടെ ക്ലാസ് റൂമുകളിലും നമ്മൾ ഇതെന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ആ കുട്ടിയുടെ ചില സമയത്ത് ക്ലാസ് റൂമുകളിലൊക്കെ കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണമെന്നാണ്. അപ്പോഴാണ് അവരുടെ കഴിവുകളും അല്ലെങ്കിൽ അവരുടെ ഈ തിയറമുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.
അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും, ഒരു കുട്ടി മറ്റൊരു കുട്ടിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ശരിക്കും മനസ്സിലാക്കുക. അതിനനുസരിച്ച് കൊണ്ട് ക്ലാസ് റൂം ആക്ടിവിറ്റികൾ നമ്മൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ, ഓക്കെ, കണ്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ ലേണേഴ്സിന് അതിനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ പിന്നെ ഇപ്പം നമുക്ക് കോഗ്നിറ്റീവ് ലേണിങ്ങിലൊക്കെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയിലൊക്കെ പറയുന്നത് ശരിക്കും അക്വിസിഷൻ ഓഫ് നോളജ് എന്നാണ്. അതായത് നോളജ് അഥവാ അറിവ് എന്ന് പറയുന്നത് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സറാണ് ശരിക്കും ആര്, ഒരു സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ പ്രോസസ്സറാണ്. അയാളുടെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ശരിക്കുമുള്ള ഒരു ഹെൽപ്പ് ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പോൾ കുറേ തിയറമുകൾ പഠിച്ചു എന്നുള്ളതല്ലാതെ ഇതിനെ നമ്മൾ എഡ്യൂക്കേഷനലി നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ക്ലാസ് റൂമുകളിൽ നമ്മൾ ഇതിനെ പൂർണ്ണമായും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. താങ്ക് യു.